ഗഡീസ് നമസ്കാരം. നമ്മളിപ്പോ ഇന്ന് കോട്ടയം സ്റ്റൈലിൽ ഒരു മീൻകറി ഉണ്ടാക്കണം. ഇന്ന് ഇപ്പൊ സൺഡേ ആണ്. അപ്പൊ ഹോളിഡേ ആയതുകൊണ്ട് അതിനുള്ള സമയം കിട്ടി കുക്കിംഗ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, നമ്മളപ്പോ ആദ്യം ഈ അടുപ്പ് കത്തിച്ചു. അതിന് ശേഷം ഒരു മൺചട്ടിയാണ് വെക്കേണ്ടത് സാധാരണ. പക്ഷെ മൺചട്ടി അല്ല, പ്രാവശ്യം നമ്മള് ഒരു ബൗളിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചൂടായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലിൽ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മീൻകറിക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഇത് മുളക് പൊടിയും പൊടികളിൽ മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രം മതി. പിന്നെ ലാസ്റ്റ് കുറച്ച് നമ്മൾ ഉലുവാപ്പൊടി ചേർക്കും. പിന്നെ നമ്മൾ മീൻകറി വെക്കുന്നതിന് മുന്നേ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം. ബാക്കി ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, അതുമാതിരി സവാളയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞതാണ്. ഇത് മിക്സ് ചെയ്താണ്. പിന്നെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് എടുത്തേക്കണ മീൻ എന്ന് പറയുന്നത് ആവോലിയാണ്, ബ്ലാക്ക് ആവോലി. അപ്പോൾ നമ്മളത് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത്. എണ്ണ ചൂടായിട്ട് നമുക്ക് പാത്രത്തിൽ ആദ്യം ഇടുന്നത് നമ്മളിത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെയുള്ള മിക്സാണ്. നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കൂടെ അരിഞ്ഞാണ്. ഇതെല്ലാം നമ്മൾ ചെറു തീയിൽ വേവിക്കണുണ്ടോ, കാരണം നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകും സാധനങ്ങളൊക്കെ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇടും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില എടുത്ത് വയ്ക്കണം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിൽ കൂടെ കുറച്ച് സവാള ചേർക്കാം. സവാളയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത് ചേർക്കുക, ഫുള്ളായിട്ട് ചേർക്കാം. നമ്മളെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം. അതിനുവേണ്ടി നമുക്ക് ഇത്രയും സവാളയും ഉള്ളിയും അരിഞ്ഞിടുന്നത്. മസാലയിലാണ് അതിൻ്റെ മീനിൻ്റെ ടേസ്റ്റ് വരിക, മീൻകറിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിന് സവാള ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുന്നതെന്ന് വെച്ചാൽ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സവാള ഒന്ന് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, തീ അധികം കൂട്ടരുത് കേട്ടോ. തീ കൂട്ടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും സാധനം. തീ നമ്മൾ കുറച്ച് വെച്ചിട്ടാണ് കത്തിക്കുന്നത്. ഓക്കെ, സവാള ഏകദേശം വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പൊടികളാകാൻ മഞ്ഞപ്പൊടി, മുളക് പൊടി മാത്രമേ ഉള്ളൂ ഇതിൽ. നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് ഈ പൊടി ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ പൊടി ഒറ്റടി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് കരിയാതിരിക്കാൻ വേണ്ടി പതുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടി ഒന്ന് ചൂടാവണം വരെ മതി. ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സാധനം ചേർക്കും. ചൂടായി കഴിയുമ്പോൾ അറിയാൻ പറ്റും, നമ്മൾ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരും, മുകളിലേക്ക് ഓയിൽ തെളിഞ്ഞ് വരും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ പൊടി ചൂടായി മീനിങ്. ഓക്കെ, ഇതിലേക്ക് എന്ത് ചേർക്കും? തക്കാളി ചേർക്കും. തക്കാളി ചിലവർ തക്കാളി ആദ്യം ചേർക്കും, അങ്ങനെ ചെയ്യുന്നത്. തക്കാളി ഇത് പൊടി ചൂടായി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, തക്കാളി ചേർക്കും. ഇങ്ങനെ ഇളക്കി കൊണ്ടിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ മസാല ഒന്ന് പിടിച്ച്, മസാല നല്ല ഒരു കളർഫുൾ ആയിട്ടുണ്ട് മസാല. ഇനി നമുക്ക് അതിലേക്ക് ആ കുടംപുളി അങ്ങോട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ തീ നമുക്ക് കൂട്ടി വെച്ചേക്കാം. കുടംപുളി ഫുൾ അങ്ങോട്ട് ഇടാം. ഓക്കെ, നന്നായിട്ടുണ്ട് ഇളക്കി കൊടുക്കുന്നത്. ഇതൊന്നും തിളക്കട്ടെ, നല്ലോണം തിളയ്ക്കണം. ആ മീൻകറി വേവണ ആ വെള്ളം ചൂടാകുമ്പോഴേക്കും നമ്മൾ ഗ്യാപ്പിലേക്ക് ഇപ്പോൾ ഈ നമ്മൾ അരിഞ്ഞ പാത്രങ്ങളും അതൊക്കെ കഴുകി വയ്ക്കുക. അപ്പോൾ നമുക്ക് വൃത്തിയും ക്ലീൻ ആയിരിക്കും അടുക്കളയൊക്കെ. കാരണം എല്ലാ പണികളും കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകാൻ നിന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം നിറഞ്ഞ് പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് കിടക്കണ്ടാവും. തിളച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കഴുകി വെച്ച മീൻ ഇടാതിലേക്ക് ഓരോന്നിനും ഇട്ട് കൊടുക്കാം.
കുറച്ച് കറിവേപ്പില മുകളിൽ ചേർക്കാം. ഇതിന് ചെറു തീയിൽ അടച്ച് വെച്ച് വേവിക്കുക. ഓക്കെ, തീ നല്ലോണം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. തുറന്നു നോക്കാം. തിളക്കുന്നുണ്ട്, നല്ലോണം തിളക്കുന്നുണ്ടല്ലേ. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചത്, പക്ഷെ അത് നല്ല തള വരുന്നുണ്ട്. അപ്പോൾ തിളക്കണം. ഇത് മീൻകറി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിറ്റിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കരുത്, മീനാകെ ഉടഞ്ഞു പോകുമ്പോൾ. അപ്പോൾ അത് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിറ്റിച്ചു കൊടുക്കാം. ഉലുവാപ്പൊടി ചേർക്കാം. ഇനി പാളി ഗൈസ്. ഒരു മിസ്റ്റേക്ക് പറ്റി. ഉലുവാപ്പൊടി എന്ന് പറഞ്ഞിട്ട് കായംപൊടി ആയിപ്പോയി. മീൻകറി ഇന്ന് എന്തായിരിക്കുന്ന എനിക്കറിയില്ല ഗൈസ്. എന്നിന്ന് തല്ലിക്കൊല്ലും ഗൈസ്. ഇതിപ്പോ എന്താ പറയാ, മീൻ സാമ്പാർ എന്ന് പറയാം. നല്ല മീൻ സാമ്പാർ. നല്ല കായത്തിന്റെ മണമുണ്ട്. നേരത്തെ എന്തൊക്കെയായിരുന്നു, ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. ഞാൻ മീൻ കറി ഉണ്ടാക്കിന്ന് പറഞ്ഞിട്ട് കോട്ടയം സ്റ്റൈല് മീൻ കറി ഡാൻസ് ഒക്കെ. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ. മീൻകറി നമുക്ക് തുറന്നു നോക്കാം. വാവ്, നല്ല സാമ്പാർ മീൻ കറി. മീൻകറി സൂപ്പർ സ്മെല്ല്. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ട്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അത് അതിന്റെ ആ പുളിയൊക്കെ ഒന്ന് മീനിലേക്ക് പിടിക്കണം, ഉപ്പുംപുളിയൊക്കെ. അപ്പോഴതിന്റെ ടേസ്റ്റ് ഉള്ളു. മീൻകറി ശരിക്കും എപ്പോഴും വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കായിരിക്കും നല്ലത്. അപ്പൊ മീൻകറി എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? മീൻകറി കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. കായത്തിന്റെ ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ താങ്ക്സ് ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക.